പൊതുവെ ഈ മാധ്യമങ്ങൾ പറയുന്ന പിണറായി അല്ല ഞങ്ങൾ അറിയുന്ന പിണറായി. അതാണ് ഈ വ്യത്യാസം എന്നുള്ളത്. നമുക്കിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ എല്ലാം നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റില്ല, ഒത്താളായിരിക്കും, ആൾക്കൂട്ടത്തിലായിരിക്കും. എന്നാൽ പിണറായി മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഒരു സമയം തന്നാൽ നിങ്ങൾക്കുള്ള സമയമായിരിക്കും. ആ സമയം നിങ്ങൾക്ക് 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് നിങ്ങൾക്ക് മാത്രമായിരിക്കും, നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവമായിരിക്കും മുഖ്യമന്ത്രി കേൾക്കുക. ചിലത് അദ്ദേഹം കുറിച്ചെടുക്കും. നമ്മുടെ ഈ നവകേരള സദസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാറുണ്ട്, ചിലപ്പോൾ മാധ്യമങ്ങൾ കാണാറുണ്ടാവും, കുറിച്ചെടുക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ പ്രത്യേകത, ഈ കുറിക്കുന്നത് പോലും വളരെ പിശുക്കത്തിലാണ്. ഈ കടലാസിൽ വളരെ ചെറിയ അക്ഷരത്തിൽ അദ്ദേഹം എഴുതുക. ഒരിക്കൽ ഞാൻ ഒരു ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പേപ്പറിൽ രാജീവിന് ഇത്തിരി ധാരാളിത്തമുണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ കുറച്ച് വേഗത്തിലല്ലേ എഴുതുന്നത്. മുഖ്യമന്ത്രി വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്കൊരു സമയം നൽകുമ്പോൾ അത് പൂർണ്ണമായിട്ടും. പിന്നൊന്ന്, ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചിത്രം ഇപ്പോൾ മനുഷ്യർ പറ്റില്ല. പക്ഷേ പ്രളയത്തിൻ്റെ സന്ദർഭത്തിൽ കേരളം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാത്തുന്നില്ലേ? ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവം കേരളത്തെ മാറ്റുന്നതിൽ വലിയ പങ്കാണ് മുഖ്യമന്ത്രി വഹിച്ചുകൊണ്ടിരിക്കുന്നത്.